കോഴിക്കോട് നോർത്തിൽ കെ ജയന്ത് UDF മുന്നിട്ട് നിൽക്കുന്നു തോട്ടത്തിൽ രവീന്ദ്രനേക്കാൾ. കോഴിക്കോട് നോർത്ത് കെ ജയന്ത് UDF മുന്നിൽ. കോട്ടയത്ത് 4 മണ്ഡലങ്ങളിൽ 3-ൽ UDF മുന്നിൽ, 1-ൽ LDF മുന്നിൽ. വൈക്കത്ത് LDF മുന്നിൽ, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ്, കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നിട്ട് നിൽക്കുന്നു. ഏറനാട് മലപ്പുറം PK ബഷീർ മുന്നിൽ, PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറം മണ്ഡലത്തിൽ മുന്നിൽ. 15-16, 15 LDF, 16 UDF എന്നുള്ള കണക്കാണ്. ഇഞ്ചോടിഞ്ചാണ് തപാൽ വോട്ടുകളിൽ വരുന്നത്. ബംഗാളിൽ BJP സഖ്യമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നത് പാലായിൽ UDF മുന്നിൽ. പാലായിൽ UDF മുന്നിൽ, ജോസ് കെ മാണി പിന്നിൽ, മാണി സി കാപ്പൻ മുന്നിൽ. പാലാ UDF, കോട്ടയം UDF, കടുത്തുരുത്തി UDF, വൈക്കം LDF, പുതുപ്പള്ളി UDF എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവരം. ഇതിനിടെ ചാത്തന്നൂർ നിയോജകമണ്ഡലത്തിൽ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. അവിടെ ഇതുവരെയും ഒരു കൗണ്ടിംഗ് ഉദ്യോഗസ്ഥ ഹാജരായില്ല. അതുണ്ടാക്കുന്ന ആശയക്കുഴപ്പമുണ്ട്. ഇത്തരത്തിൽ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. എലത്തൂർ മണ്ഡലം കോഴിക്കോട് ജില്ല. AK ശശീന്ദ്രൻ മന്ത്രി മുന്നിൽ, LDF 56 വോട്ടുകൾക്ക്. കൊയിലാണ്ടിയിൽ UDF മുന്നിൽ, പ്രവീൺ കുമാർ 19 വോട്ടുകൾക്ക് മുന്നിൽ. മലപ്പുറം മഞ്ചേരിയിൽ UDF മുന്നിൽ, റഹ്മത്തുള്ള 24 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. കൂടുതൽ മണ്ഡലങ്ങളിൽ ഇപ്പോൾ LDF ആയിരിക്കുന്നു. 17 LDF, 16 UDF എന്നുള്ളതാണ്. കൊയിലാണ്ടിയിൽ പ്രവീൺ കുമാർ UDF 19 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. എലത്തൂരിൽ AK ശശീന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. മഞ്ചേരിയിൽ റഹ്മത്തുള്ള മുന്നിട്ട് നിൽക്കുന്നു. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ LDF മുന്നിട്ട് നിൽക്കുന്നു. പേരാവൂരിൽ KK ശൈലജ മുന്നിട്ട് നിൽക്കുന്നു. ധർമ്മടത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രി മുന്നിട്ട് നിൽക്കുന്നു. ഇതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ. പാലായിൽ UDF 11, കായംകുളത്ത്, ആലപ്പുഴ കായംകുളത്ത് M ലിജു UDF മുന്നിൽ. ഇതാണ് ചിത്രം. ഇതാ ഇപ്പോൾ 18-16 എന്ന ചിത്രത്തിലേക്ക് ഇതാ 20-16 പോസ്റ്റൽ വോട്ടുകളുടെ കണക്കെടുപ്പിൽ 20-16 എന്ന കണക്കിലേക്ക് മാറുന്നു. ഇടതു മുന്നണി 23 സീറ്റുകളിലേക്ക്, UDF 16. വീണ്ടും ചിത്രം മാറുന്നുണ്ട്. ഇത് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യപ്പെടും. പോസ്റ്റൽ വോട്ടുകളുടെ കണക്കെടുപ്പാണ്, അതാണ് നടക്കുന്നത്. ഇനി നമുക്ക് അല്പൂടെ കാത്തിരുന്നാൽ EVM മെഷീനുകളുടെ കണക്ക് വരും. ഒപ്പം ഔദ്യോഗിക സൂചനകളും പുറത്തു വരും. ഇതാ 23-16 എന്ന ചിത്രത്തിലേക്ക് വരുന്നു. സംസ്ഥാനത്ത് ഇടതു മുന്നണി 23, UDF 18. ഇതാണ് ഇപ്പോഴത്തെ ചിത്രം. ഇത് ചില സൂചനകളാണോ എന്താണ് വ്യക്തത വരുന്നില്ല. എന്തായാലും തപാൽ വോട്ടുകളുടെ കരുനാഗപ്പള്ളിയിൽ കൊല്ലത്തെ കണക്കുകൾ വരുന്നു. കരുനാഗപ്പള്ളിയിൽ UDF മുന്നിൽ, CR മഹേഷ് 103 വോട്ടുകൾക്ക് മുന്നിൽ. ചവറയിൽ ഷിബു ബേബി ജോൺ UDF മുന്നിൽ 81. കുന്നത്തൂരിലും UDF മുന്നിൽ, ഉല്ലാസ് കോവൂർ മുന്നിൽ, കോവൂർ കുഞ്ഞുമോനേക്കാൾ 9 വോട്ടുകൾക്ക്. കൊട്ടാരക്കരയിൽ മുന്നിട്ട് നിൽക്കുന്ന KN ബാലഗോപാൽ മന്ത്രി 13 വോട്ടുകൾ. പത്തനാപുരത്ത് UDF ജ്യോതികുമാർ ചാമക്കാല മുന്നിൽ, UDF 6 വോട്ടുകൾക്ക്. KB ഗണേഷ് കുമാർ പിന്നിൽ. പുനലൂരിൽ LDF മുന്നിൽ. ചടയമംഗലത്ത് ചിഞ്ചുറാണി മന്ത്രി മുന്നിൽ. കുണ്ടറയിൽ PC വിശ്വനാഥ് മുന്നിൽ 70 വോട്ടുകൾക്ക്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ മുന്നിൽ 47 വോട്ടുകൾക്ക്. ഇരവിപുരത്ത് നൌഷാദ് മുന്നിൽ, LDF 136. ചാത്തന്നൂരിൽ LDF മുന്നിൽ 24 വോട്ടുകൾക്ക്. ആറന്മുള അപ്ഡേറ്റ് വരുന്നു. വീണ ജോർജ് മത്സരിക്കുന്ന ആറന്മുളയിൽ ആദ്യ ലീഡ് നേടുന്ന മുന്നണിക്ക് 18 വോട്ടുകൾ പോസ്റ്റൽ വോട്ടുകൾ. അടൂരിലും LDF-ന്റെ ലീഡാണ് 9 വോട്ടുകൾക്ക്. കോന്നിയിലും ലീഡ് LDF-ന് 8 വോട്ടുകൾ. ഏറ്റുമാനൂരിലെ ലീഡ് നില വരുന്നു 37 വോട്ടുകൾക്ക്. VN വാസവൻ മുന്നിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.